മിശിഹായിൽ സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, സ്നേഹമുള്ള വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാര്, പ്രിയ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മളെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഒരു ഇടവകയുടെ തിരുനാള് എന്ന് പറയുമ്പോൾ ആ ഇടവകയ്ക്കും ആ ദേശത്തിനും ഒന്നാകെ വലിയ സന്തോഷം നൽകുന്ന നിമിഷമാണ്. ആ സന്തോഷത്തിന്റെ സൂചകമായിട്ടാണ് നമ്മൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ ദേവാലയവും പരിസരമൊക്കെ മനോഹരമാക്കുകയും വലിയ വാദ്യമേളങ്ങളോടുകൂടി നമ്മൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുക. ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇന്ന് ഒന്ന് ചേർന്ന് ഏറ്റവും ആഘോഷപൂർവമായ റാസ കുർബാന അർപ്പിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നത്. നാം ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിവാഹ തിരുനാളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും ഒന്നിച്ച് ആഘോഷിക്കുകയാണല്ലോ. എല്ലാ ഇടവക ജനങ്ങൾക്കും തിരുനാളിന്റെ മംഗളങ്ങള് ഏറെ സ്നേഹത്തോടുകൂടി തന്നെ നേരുകയാണ്. ഒരിക്കല് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിമാനയാത്ര ചെയ്യുന്ന വേളയില് ഒരു മാധ്യമ പ്രവർത്തകൻ മാർപ്പാപ്പയോട് ചോദിച്ചു, നമ്മുടെ കത്തോലിക്ക സഭയിലെ മനുഷ്യരായിട്ടുള്ള വ്യക്തികളില്, മനുഷ്യരായി ജനിച്ചവരില് ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള വ്യക്തി ആരാണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം? മാർപ്പാപ്പ ഒട്ടും ആലോചിക്കാതെ തന്നെ അതിന് മറുപടി നൽകി, കത്തോലിക്ക സഭയില് മനുഷ്യരായി ജനിച്ചവരില് ഏറ്റവും പ്രാധാന്യമുള്ളത് കത്തോലിക്ക സഭയിലെ വിശുദ്ധർക്കാണ്. ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മുടെ കത്തോലിക്ക സഭയിലെ വിശുദ്ധർക്കാണ്. ആദ്യകാലം മുതൽ തന്നെ ഈ വിശുദ്ധരെ വണങ്ങുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ മാധ്യസ്ഥം യാചിക്കുകയും അവരുടെ നാമത്തിലുള്ള ദേവാലയങ്ങളൊക്കെ സ്ഥാപിക്കുകയും അവരുടെ നാമങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും തിരുനാളുകൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുക നമ്മുടെ സഭയുടെ വലിയൊരു പാരമ്പര്യത്തിന്റെ ഭാഗം തന്നെയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര് വിശുദ്ധരായി തീരുമെന്ന്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരും. ഓരോ വിശുദ്ധരും വിശുദ്ധരായി തീർന്നത് അവരുടെ ജീവിതത്തെ വിശുദ്ധമാക്കി മാറ്റി ദൈവത്തിന് സമർപ്പിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചതിലൂടെയാണ്. സ്നേഹമുള്ളവരെ, എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ വഴികളിലൂടെ ആയിരിക്കാം ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ജീവിതം വിശുദ്ധമായി തീർന്നത്? അത് അവര് ദൈവത്തിൽ അർപ്പിച്ച പൂർണ്ണമായ ഒരു ദൈവ ആശ്രയത്തിലൂടെയാണ്. എല്ലാ വിശുദ്ധന്റെ ജീവിതത്തിൽ നോക്കിയാലും ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവഗതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരു ജീവിത സാക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ വിശുദ്ധരുടെയും ഒരു ആപ്തവാക്യവും മനോഭാവവും അത് തന്നെയാണ്. തന്നെക്കാൾ അധികമായി, തന്റെ ഇഷ്ടത്തെക്കാളും തന്റെ താല്പര്യങ്ങളെക്കാളും ഒക്കെ അധികമായി എനിക്ക് എന്ത് സംഭവിച്ചാലും, എനിക്കുള്ളതെല്ലാം നഷ്ടമായാലും, എത്ര അപമാനം സഹിക്കേണ്ടി വന്നാലും, എന്റെ ജീവൻ തന്നെ വെടിയേണ്ടി വന്നാലും ദൈവത്തില് പൂർണ്ണമായി ആശ്രയിക്കുക. വചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആലയിൽ ആടുകൾ ഇല്ലാതായാലും മുന്തിരിയുടെ ഫലങ്ങൾ ഇല്ലാതായാലും ഞാൻ ദൈവത്തില് ആശ്രയിക്കും. എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തില് ആശ്രയിക്കും. യഥാർത്ഥത്തില് വിശുദ്ധരെയും നമ്മളെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാണ്. വിശുദ്ധര് തങ്ങളുടെ ജീവിതത്തില് എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവിടെയെല്ലാം സ്വന്തം ഇഷ്ടവും താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് അവരുടെ ജീവിതം നയിച്ചു. എന്നാൽ നമ്മളൊക്കെ നേരെ തിരിച്ച് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ, തിരക്കുകൾ വരുമ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി നമ്മുടെ ഞായറാഴ്ച ആചരണം, കുടുംബ പ്രാർത്ഥനകള്, വിശുദ്ധ കുർബാനയൊക്കെ മാറ്റി നിർത്തി നമ്മുടെ താല്പര്യങ്ങൾക്ക് പുറകെ പോകും. അതാണ് വിശുദ്ധരെ നമ്മിൽ നിന്ന് വേർതിരിക്കുകയും അവരുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കുകയും ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവൻ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്നേഹമുള്ളവരെ, എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തില് ഇത് തന്നെയാണ്. ദൈവത്തിന് വേണ്ടി അവര് ജീവിതം മാറ്റിവെച്ച് ഒടുവില് ദൈവം വാഗ്ദാനം ചെയ്ത ഈ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നവരാണ്. സ്വർഗരാജ്യ പ്രാപ്തരായ അവരോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കുകയും അവര് നമുക്ക് വേണ്ടിയിട്ട് അനുഗ്രഹങ്ങൾ ചോദിച്ച് യാചിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണല്ലോ ഈ തിരുനാളുകളൊക്കെ.
നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ ഗണങ്ങളില് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ടുപേരാണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ഏറ്റവും കൂടുതൽ തിരുനാളുകളൊക്കെ ആഘോഷിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നാമം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും. ഒരുപക്ഷെ മേരി, യൗസേപ്പ് എന്നീ പേരുകളായിരിക്കും നമ്മുടെ കത്തോലിക്ക സഭയിലെ ഏറ്റവും കൂടുതലായിട്ട് തന്നെയുള്ള പേരുകൾ. ഒപ്പം തന്നെയുള്ള ഒരു അതിപ്രാധാന്യമുള്ള വിശുദ്ധൻ തന്നെയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മുടെ പാലാരൂപതയെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇടവകളില് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും വിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാള് വളരെ ഭംഗിയായി നമ്മൾ എല്ലാ വർഷവും തന്നെ ആചരിക്കാറുമുണ്ട്. നമ്മൾ യഥാർത്ഥത്തില് ഈ തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്നത് ഒരു ആഘോഷത്തിന് വേണ്ടി മാത്രമല്ല. ഓരോ വിശുദ്ധന്റെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധൻ പകർന്നു നൽകുന്ന ജീവിത മാതൃകളെ പറ്റി ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും അവയെ നമ്മുടെ ജീവിതത്തില് സ്വീകാര്യമാക്കി അവരെ പോലെ വിശുദ്ധിയില് നമ്മളും വളർന്നു വരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ മാതാവിന്റെയും യൗസേപ്പ് പിതാവിന്റെയും വിവാഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരുടെ ജീവിതം ഏതാനും ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു ഉത്തമ കുടുംബം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ വിവാഹ ജീവിതത്തിലെ സവിശേഷതകൾ എന്ന് നമുക്കൊന്ന് കാണാം. ഒന്നാമതായി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ജീവിതത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായി ദൈവത്തില് ആശ്രയിച്ചുകൊണ്ടുള്ള, ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായ സമർപ്പണം നമുക്ക് കാണുവാൻ സാധിക്കും. നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു ശിശുവിന് ജന്മം നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ ഒരു ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തില് പരിശുദ്ധ കന്യാമറിയം ഏറ്റെടുക്കുന്നത് വലിയ ഒരു റിസ്ക് തന്നെയാണ്. കാരണം വിവാഹത്തിന് മുമ്പേ തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഏൽക്കാൻ പോകുന്ന അപമാനവും ഒരുപക്ഷെ തന്റെ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവൾ ആ ഒരു വലിയ റിസ്ക് എടുക്കുകയാണ്. ദൈവത്തിന്റെ അമ്മയാകുവാൻ സമ്മതം മൂളുകയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധ കന്യകാമറിയം എപ്പോൾ ദൈവഹിതത്തിന് സമ്മതം നൽകിയോ, അതായത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനെ എപ്പോൾ സമർപ്പിച്ചുവോ ആ നിമിഷം അവളുടെ ഉദരത്തില് ശിശു ജാതനായി, അവള് ദൈവത്തിന്റെ അമ്മയായി തീർന്നു. ഏലീശ പുണ്യവതി പറയുന്നത് പോലെ അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയായി തീർന്നു. പരിശുദ്ധ അമ്മ തന്നെയും വാഴ്ത്തിപ്പാടി പറയുന്നുണ്ടല്ലോ: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തില് ആനന്ദിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ ആനന്ദിച്ച് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് പരിശുദ്ധ അമ്മയിൽ കാണുവാൻ സാധിക്കുക. വിശുദ്ധ യൗസേപ്പ് പിതാവിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമർപ്പണത്തിന്റെ മനോഭാവം തന്നെയാണ്. താൻ വിവാഹം ചെയ്യാൻ പോകുന്ന സ്ത്രീ ഗർഭിണിയാണെന്നറിഞ്ഞ് അവളെ രഹസ്യത്തില്, അവൻ നീതിമാനാകിയാൽ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാനിരിക്കെ പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായിരിക്കുന്നത് എന്നുള്ള ഒരു ദൂതന്റെ വെളിപാട് വഴി അവളെ ഉപേക്ഷിക്കാതെ ചേർത്ത് നിർത്തുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യൗസേപ്പ് പിതാവ് യഥാർത്ഥത്തില് സുവിശേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഒരു വാക്ക് പോലും എവിടെയും സംസാരിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ദൂതൻ എന്തെല്ലാം വെളിപ്പെടുത്തി തരുന്നോ അതെല്ലാം അതേപടി ചെയ്യുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭാര്യയെ സ്വീകരിക്കുക എന്ന് പറയുന്നു, സ്വീകരിക്കുന്നു. യേശു എന്നവന് പേരിടാൻ പറയുന്നു, പേരിടുന്നു. ഈജിപ്തിലേക്ക് പോവുക എന്ന് പറയുന്നു, അങ്ങോട്ട് പോകുന്നു. ഒടുവിൽ നസ്രത്തിൽ വന്ന് താമസിക്കുക എന്ന് പറയുന്നു, അവിടെ വന്ന് താമസിക്കുന്നു. ദൈവം എന്തെല്ലാം അരുളി ചെയ്യുന്നു അതെല്ലാം അതേപടി ചെയ്യുന്ന ഒരു വിശുദ്ധൻ. വിശുദ്ധ യൗസേപ്പ് പിതാവിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ശുശ്രൂഷയേറ്റ് ഒടുവില് മരണം വരിച്ച ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ മരണസമയത്ത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ശുശ്രൂഷ അനുഭവിക്കാൻ സാധിച്ച വ്യക്തിയാണ്. നമ്മുടെ പാരമ്പര്യങ്ങളിൽ പറയുന്നത് ഈശോയ്ക്ക് 15 വയസ്സായപ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവ് മരിച്ചു എന്നാണ്. അങ്ങനെ നന്മരണത്തിന്റെ ഒരു മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം, അമ്മയ്ക്ക് പ്രത്യേകമായ സംരക്ഷണം നൽകിയത് കൊണ്ട് കന്യകകളുടെ സംരക്ഷകൻ എന്നും വിശുദ്ധ യൗസേപ്പ് പിതാവ് അറിയപ്പെടാറുണ്ട്. തൊഴിലാളികളുടെ ആശ്രയമെന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നമ്മൾ വിളിക്കാറുണ്ട്. തിരുസഭയുടെ സംരക്ഷകൻ എന്നും യൗസേപ്പ് പിതാവിനെ വിളിക്കാറുണ്ട്. വിശുദ്ധ തോമസ് അക്വീനാസ് യൗസേപ്പ് പിതാവിനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: ചില വിശുദ്ധർ ചില ആവശ്യങ്ങളിൽ പ്രത്യേക കാര്യക്ഷമതയോടെ നമ്മളെ സഹായിക്കുന്നു.
എന്നാൽ നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും, എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുന്നു. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ആശ്രയമായുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. ഒരു കുടുംബത്തില് ഒരപ്പന്റെ സ്ഥാനം എന്താണോ അതുപോലെ തന്നെയാണ് തിരുസഭയില് വിശുദ്ധ യൗസേ പിതാവിന്റെ സ്ഥാനം. സ്നേഹമുള്ളവരെ, ഈ രണ്ട് വിശുദ്ധര്, പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേ പിതാവും കൂടെ കൂടിച്ചേർന്നപ്പോൾ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കുടുംബം ഒരു തിരുക്കുടുംബമായി മാറുകയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒന്നാമത്തെ പ്രത്യേകത, അവരുടെ വിവാഹ ജീവിതത്തിലെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിന്റെ അല്ലെങ്കിൽ ദൈവ ആശ്രയത്തിൻ്റെതായിരുന്നു. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും പരസ്പരമുള്ള കരുതലുമാണ്. യൗസേ പിതാവും മാതാവും പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ്. നമ്മൾ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്കത് വളരെ ഭംഗിയായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതുമാണ്. നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ പ്രസവ സമയത്ത് അവർക്ക് താമസിക്കാനായിട്ട് ഒരു സ്ഥലം പോലും കിട്ടാതെ വന്ന ഒടുവില് അവര് ഒരു തൊഴുത്തിലാണ് അഭയം തേടുക. എന്നാൽ അത്രയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും പരസ്പരം രണ്ടുപേരും കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ, യേശു പിതാവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞേനെ, ഇവൾക്ക് പ്രസവിക്കാൻ കണ്ട ഒരു സമയം കണ്ടില്ലേ, ഇതല്ലാതെ വേറൊരു സമയം അവൾക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ തിരിച്ചു കുറ്റപ്പെടുത്തിയേനെ. പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഇങ്ങേരെന്ത് കെട്ടിയവനാണ്, ഭാര്യ പ്രസവിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു തൊഴുത്തിലാണോ സ്ഥലം തന്നെ, ഒരു സ്ഥലം ഇങ്ങേർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇല്ലായിരുന്നു എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാൻ. ഇത്തരത്തിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ അവർ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെ, അവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ ഒന്നിച്ചു നിന്ന് നേരിട്ടവരാണ് പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ യൗസേ പിതാവും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും കാണുന്നുണ്ട്, ഈശോയെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന് ശേഷം ഈശോയെ കാണാതാകുന്ന സംഭവമുണ്ട്. ഈശോയെ കാണാതാകുമ്പോൾ വീണ്ടും രണ്ടുപേരും ഒന്നിച്ച് തേടി പോവുകയാണ്. കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനും നിന്റെ പിതാവും നിന്നെ തേടി നടക്കുകയായിരുന്നല്ലോ എന്ന്. ഒരുപക്ഷെ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ ഇതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയാനെ. കൊച്ചെന്തിയെ, കൊച്ചു നിന്റെ കയ്യിലല്ലായിരുന്നോ, നീ അല്ലായിരുന്നോ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തിയാൻ. പക്ഷേ രണ്ടുപേരും ഇതേപോലെ തന്നെ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിതത്തിൽ വന്നുപോയ എല്ലാ പ്രതിസന്ധികളെയും ഒന്നിച്ച് നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധ യൗസേ പിതാവിന്റെ മാതാവിന്റെയും ജീവിതത്തിലെ മൂന്നാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവരുടെ ജീവിതം ഈശോയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. നമുക്കറിയാം, എല്ലാ വിവാഹ ജീവിതത്തിലും നടക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. വിവാഹ ജീവിതത്തില് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ അപ്പന്റെയും അമ്മയുടെയും ജീവിതം ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ മാറുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ ടൈം ടേബിൾ തന്നെ മാറുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പിന്നെ ആ കുഞ്ഞ് ഉറങ്ങുന്ന സമയം, ആ കുഞ്ഞിന് ഭക്ഷണം കഴിക്കുന്ന സമയം, ഒരുപക്ഷെ രാത്രിയിലൊക്കെ ആയിരിക്കും പല കുട്ടികളും ഉണർന്നിരിക്കുക. പകലായിരിക്കും അവരെ സംബന്ധിച്ച് രാത്രി. ആ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതവും മാറ്റി മറിയുകയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പിന്നീട് യൗസേ പിതാവിന്റെ മാതാവിന്റെയും ജീവിതം ഈശോയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ഈശോ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് വന്ന ഈശോയുടെ ജീവിതമായിരുന്നു. ഈശോയുടെ പ്രവചനങ്ങൾ പൂർത്തിയാക്കുന്നതനുസരിച്ച് ഇവരുടെ ജീവിതവും മാറ്റിമറിയപ്പെടുകയാണ്. സ്വന്തം നാടൊക്കെ ഉപേക്ഷിച്ച് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഒടുവിലെ നസ്രത്തിലേക്ക് വന്ന് താമസിക്കുകയാണ്. അതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് സുവിശേഷങ്ങൾ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഈശോയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ് പിന്നീട് ഇവരുടെ കാര്യത്തിൽ നടക്കുക. സ്നേഹമുള്ളവരെ, ഈ യൗസേ പിതാവിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിവാഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിലുള്ള ഈ സവിശേഷതകളൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് ദമ്പതികൾ തമ്മിൽ പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വസ്തയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് നേരിടുകയും ചെയ്യേണ്ട വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ ജീവിതം മുഴുവൻ ദൈവത്തിൽ സമർപ്പിച്ചും ദൈവത്തോട് ചേർന്നും ഈശോയെ ചുറ്റിപ്പറ്റിയുമൊക്കെ ജീവിക്കുക എന്നുള്ളൊരു കാര്യവും. പിന്നെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. വിശുദ്ധ സെബസ്ത്യാനോസും തന്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതത്തിനും സുവിശേഷ വേലയ്ക്കും വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. ഒടുവില് കർത്താവിന് വേണ്ടി തന്റെ ജീവൻ പോലും പണയം വെച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം റോമൻ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ലഭിക്കാവുന്ന വലിയ സ്ഥാനമാനങ്ങളെല്ലാം ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അദ്ദേഹം മാറ്റിവെച്ചതാണ്. അദ്ദേഹം സൈന്യങ്ങളിൽ ചേരുന്നത് അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുന്നത് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കാനോ വേണ്ടി ആയിരുന്നില്ല.
ഈ റോമൻ പീഡന കാലത്ത്, പ്രത്യേക ക്രൈസ്തവ മതപീഡന കാലത്ത് മുറിവേറ്റ് ദേവാലയങ്ങളിൽ മറ്റും കഴിഞ്ഞിരുന്ന ക്രൈസ്തവരെ സഹായിക്കുവാനും അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ രക്തസാക്ഷിത്വം വരിക്കുവാൻ അവരെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ പട്ടാളത്തിൽ ചേരുക. പട്ടാളത്തിൽ ചേർന്ന് ഇദ്ദേഹം സൈന്യങ്ങൾ തടവറയിലുള്ളവരെയൊക്കെ ചെന്ന് കണ്ട് അവരുടെ വിശ്വാസം, ചിലരൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശ്വാസം ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിക്കുമ്പോൾ അവരോട് പറഞ്ഞ് ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി പ്രസംഗിച്ച്, സുവിശേഷത്തെ പറ്റി പ്രസംഗിച്ച് അവരെ ശക്തിപ്പെടുത്തി നന്മരണത്തിനായിട്ട് ഒരുക്കുകയാണ്. ഒടുവില് ഡയക്ലീഷ്യൻ ചക്രവർത്തി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ അമ്പ ചെയ്ത് കൊല്ലുവാനായിട്ട് നിശ്ചയിക്കുകയാണ്. എന്നാൽ നമുക്ക് ചരിത്രം അറിയാം, അമ്പ ചെയ്ത് കൊല്ലാനായിട്ട് വിധിച്ചിട്ടും ഇദ്ദേഹം മരിക്കുന്നില്ല. ഒടുവിൽ ഇദ്ദേഹം വീണ്ടും രക്ഷപ്പെട്ടതിന് ശേഷം, ഇത്രയേറെ പീഡനങ്ങളൊക്കെ ഏറ്റതിനു ശേഷം വീണ്ടും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുകയല്ല ഇദ്ദേഹം ചെയ്യുക. തന്റെ മുറിവുകളൊക്കെ ഉണങ്ങിയതിനു ശേഷം വീണ്ടും തീഷ്ണതയോടെ ഇദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് മുന്നോട്ട് വരികയാണ്. ഇദ്ദേഹം വീണ്ടും ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് എന്നിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ മതപീഡനങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്ന് ധീരതയോടുകൂടി പ്രഘോഷിക്കുകയാണ്. വീണ്ടും അദ്ദേഹം മരണത്തിന് വിധിക്കപ്പെടുകയും ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ 3 വിശുദ്ധരുടെയും തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ കാണുന്നത് ഒരൊറ്റ കാര്യമാണ്: പൂർണ്ണമായിട്ടുള്ള ഒരു സമർപ്പണം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം, ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായിട്ടുള്ള ഒരു ജീവിതം, ദൈവത്തിന് വേണ്ടി നമ്മുടെ സ്വന്തം താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കുവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ജനിച്ച നാൾ മുതൽ തന്നെ ക്രിസ്ത്യാനികളായിട്ട് വളർന്നു വരുന്നവരാണ്, നല്ല ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണ്. എങ്ങനെയാണ് ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടത് എന്ന് നമുക്കും അറിയാം. നമ്മുടെ ദേവാലയത്തോട്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തോട്, സഭയോടൊക്കെയുള്ള പൂർണ്ണമായ വിശ്വസ്തത തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കും ഈ തിരുനാൾ വേളയില് പൂർണ്ണമായിട്ടും നമ്മെ തന്നെയും നമ്മുടെ നിയോഗങ്ങളെയും ദൈവത്തിരുമുമ്പാകെ സമർപ്പിക്കാം. ഈ 3 വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.